നമസ്കാരം. സ്വാമി ശരണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് നമ്മളെ വരിക്കാരായ ആളുകൾക്ക് ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുന്ന ആളുകൾക്കുള്ളൊരു അറിവാണ്. ഞാനും ചെറുപ്പം മുതലേ ഒരു അന്തം വിട്ടൊരു കാര്യമാണ്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പറയണത് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കാര്യമാണ്. അതായത് ഒരു ക്ഷേത്രമാകുമ്പോൾ അതിന് ഉപമൂർത്തികളുണ്ടാവും. അപ്പോൾ ഈ ഉപമൂർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെ പറയാം സപ്തമാതൃക്കൾ. അതായത് ചതുരാകൃതിയിൽ ഒരു 9 ചെറിയ കല്ലുകൾ ഒറ്റക്കല്ലിൽ തീർത്തത്. അങ്ങനെയാണ് മിക്ക ക്ഷേത്രങ്ങളിലും, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്തത്, അതായത് പീഠത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ തരത്തിലുള്ളതല്ല എന്നർത്ഥം. ആ സാധനം കുറച്ച് നീളമുണ്ടാവും, അത്യാവശ്യം വെയിറ്റും കനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രേ ഉണ്ടാവുള്ളൂ. വിഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. വിഗ്രഹം ആവണമെന്നുണ്ടെങ്കിൽ അതിന് രൂപം വേണം, അപ്പോൾ അതിന് വിഗ്രഹം എന്നാവാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുള്ള ദേവതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിണി എന്ന് തോന്നുന്നു, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി, ഇങ്ങനെ 7 ആൾ. സപ്തമാതൃക്കൾ പറഞ്ഞാൽ 7 ആളാണ്. പിന്നെ ഒഴിഞ്ഞിട്ട് 2 കല്ലുകളുണ്ടാവും, അതേപോലെ ചെറുത്. അതൊന്ന് വീരഭദ്രസ്വാമി, മറ്റത് ഗണപതി. അങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഈ മാതൃക്കളൊക്കെ 7 സ്ത്രീകളാണ്. 2 ആൾ പിന്നെ അറിയാലോ. ഈ 7 സ്ത്രീകളിൽ 5ാമത്തെ വരാഹി, അത് സ്ത്രീയുടെ ഉടലും പന്നിയുടെ തല, കാട്ടുപന്നി. പിന്നെ ഗണപതിയുടെ കാര്യം അറിയാലോ. ഗണപതി മനുഷ്യൻ്റെ ഉടൽ, തല ആനടിയാണല്ലോ. അപ്പോൾ ഇത് ഓർഡർ അനുസരിച്ചിട്ടാണ് വരുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്താവും ഇത് ഉണ്ടാവുക, ഈ സാധനം. ചെറുപ്പത്തിൽ ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇതിനിങ്ങനെ ശ്രദ്ധിക്കും. നമ്മളെ ബാറ്ററി ക്ഷമിക്കണം, ചെറുപ്പത്തിൽ ഇതാണ് ഒരു ബാറ്ററിയുടെ മാതിരി. വലിയ വണ്ടിയിലൊക്കെ ബാറ്ററിയുടെ അതേ മാതൃക. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഓവ് ഇട്ടിട്ടുണ്ടാവും. നമ്മളെ ശിവലിംഗത്തിനൊക്കെ ഉള്ള മാതിരി. മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോവാൻ, വെള്ളം നിൽക്കില്ല എന്നർത്ഥം. പിന്നെ ഇത് പൊതിഞ്ഞ് സൂക്ഷിക്കണവരുണ്ട്. പിത്തള, അതല്ലെങ്കിൽ ചെമ്പിൻ്റെയൊക്കെ കനം കുറഞ്ഞ ഓലകളിൽ അതൊരു സംരക്ഷണം. അത് ചില ആളുകൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യം സാധിച്ചിട്ട്, ഈശ്വര ഞാൻ എൻ്റെ ഒരു കാര്യം സാധിച്ചാൽ ഞാൻ എന്നെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് ചിലപ്പോൾ ആരോടും പറയുന്നില്ല, മനസ്സിലുണ്ടാവും. അത് അവിടെ കൊണ്ടുപോയിട്ട് വഴിപാട് പോലെ അങ്ങനെ ചെയ്യണവരുണ്ടാവും. അതല്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മളെ അമ്പലമല്ലേ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യണവരുണ്ടാവും. പൊതിഞ്ഞിട്ട് ഇങ്ങനെ കാണാമല്ലോ. അതുമേ നമ്മൾ പ്രത്യേകിച്ചിട്ട് പൂജകളൊന്നും കാണാനില്ല. ചില ബലിക്കല്ലുമിലൊക്കെ ചില ക്ഷേത്രങ്ങളിൽ പൂജകൾ ചെയ്യണ കാണാം. അല്ലാതെ അവിടെ അഭിഷേകമോ പൂജയോ കാര്യങ്ങളൊന്നും കാണില്ല. അങ്ങനെ ഇരിക്കുക. അവർ കാറ്റും മഴയും മഞ്ഞും കൊണ്ടിട്ട്, വെയിലും കൊണ്ട് ഇരിക്കുന്ന ആളുകളാണ് തോന്നുന്നു അങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഈ മഴ പെയ്തിട്ട് ഇതിന് ചെറിയ ഡോട്ടുകൾ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ കുത്തുകളുണ്ടാവും. അതൊന്നും വിഷയമല്ല. ദ്രവിച്ച അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കേടുന്നത് എപ്പോഴും മാറ്റണം. അപ്പോൾ ഇത് പൊതിഞ്ഞ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇതിന് നാശം സംഭവിക്കും. 1000 കൊല്ലോ 2000 കൊല്ലോ 3000 കൊല്ലോ കഴിഞ്ഞാൽ കാര്യമായി പറയണത്. കാരണം കഴിഞ്ഞാലുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനത്തിന് നാശം എങ്ങനെ സംഭവിക്കൽ പതിവുള്ളൂ അറിയോ? എൻ്റെ ഒരു നിഗമനമാണ്. ശരിയാണെങ്കിൽ ആളുകൾ, നിങ്ങൾ ശരിയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മളുടെ മാധ്യമത്തിലുണ്ടല്ലോ. ഈ സംഗതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പ്രധാന ദേവന് പ്രശ്നം വരുന്ന മാതിരി തന്നെ. ഈ അടുത്ത് ഞാൻ പോയൊരു ക്ഷേത്രത്തിൽ അത് മാറ്റിവെപ്പൊക്കെ നടന്നിരുന്നു. അപ്പോൾ 2 വെവ്വേറായിട്ട് കിടക്കുന്നുണ്ട്. ബാറ്ററി ഒരു ബാറ്ററിയുടെ പ്രവർത്തനം എന്താ? ഇത് ഒക്കെപ്പാടെ കൂടി കലരരുത്, വെവ്വേറെയാണ് ഇരിക്കേണ്ടാവുക. കൂട്ടി ടച്ച് ചെയ്യരുത്. പിന്നെ 7 എണ്ണത്തിനും 8, 9 എണ്ണത്തിനും 9 മൂലമന്ത്രങ്ങളും ആവുമല്ലോ. പിന്നെ അതിൻ്റെയൊക്കെ നിവേദ്യാദികളും കാര്യങ്ങളൊക്കെ വേറെ ആവുമല്ലോ. അപ്പോൾ ഒക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് കൂടുതൽ അറിയാൻ ആഗ്രഹവും ത്വരയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുമാതിരത്തെ ആളുകൾക്ക് ഇത് പറഞ്ഞു തരികയെന്നുള്ളൂ. ഒരു ക്ഷേത്രമാകുമ്പോൾ അതിൽ ചെല്ലുന്ന ആളുകളിലെ പൂജാരിക്കൊക്കെ മന്ത്ര സംവിധാനത്തിലൊരു മിന്നൽ രക്ഷാചാലകം ഉണ്ടാവും. ഇതെല്ലാവർക്കും ഉണ്ടാവും, ആർക്കും അത് പറ്റില്ല.
തന്ത്ര സംവിധാനത്തിലും ഉണ്ടാവും. ഒരു വീടാണെങ്കിലും മിന്നൽ രക്ഷാചാലകം ചില വീടുകളിലുണ്ടാവും, ചില സ്ഥാപനങ്ങളിലുണ്ടാവും. നമ്മളെ താഴികക്കുടങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? താഴികക്കുടങ്ങളിലെ സൂചിമോനയുടെ കൂർപ്പാവും. അതൊരു മിന്നൽ രക്ഷാചാലകമായിട്ടും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചില നിലവിളക്ക് എടുത്തു കഴിഞ്ഞാൽ നിലവിളക്കിൽ തലപ്പ് ഏറ്റവും അഗ്രഭാഗം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, അതായത് ഏറ്റവും മുകൾ ഭാഗം നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുക. ചില നിലവിളക്കുകളിൽ ഒരു കർപ്പൂരം വെച്ച് കത്തിക്കാനുള്ള ഒരു കർപ്പൂരത്തിൻ്റെ ആകൃതിയിൽ ഒരു കർപ്പൂരം ഇരിക്കാൻ തരത്തിലൊരു പാടുണ്ടാവും. ചിലത് സൂചിമൂനല്ലേ, അത്ര കൂർപ്പുണ്ടാവും. അപ്പോൾ ചില സംഗതിയിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തിരുന്നിട്ട് തന്നെ പൂജ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു 4 നിലവിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി വെട്ടി കഴിഞ്ഞാലും പൂജാരിക്കൊന്നും പറ്റില്ല എന്നർത്ഥം. അതാ വിളക്കെടുത്തോളും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ സപ്തമാതൃക്കൾക്ക് നാശം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ഇടിമിന്നൽ നിലത്തിറങ്ങി പൊട്ടുമ്പോൾ ഇതിന് നാശം സംഭവിക്കും. അതല്ലാതെ ഇതിന് നാശം സംഭവിക്കൽ പതിവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവും, ക്ഷേത്രത്തിൽ എല്ലാവരും പോവും, പിന്നെ അവർ ദേവതകൾ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ ശക്തമായിട്ടൊക്കെ ഇടിമിന്നുമ്പോൾ ചില വീടുകൾക്ക് പിളരലിന് കണ്ടിട്ടില്ലേ, എന്നാ മാതിരിയൊക്കെയാണ് ഇതിന് നാശം സംഭവിക്കുക, അല്ലാതെ ഒരു നാശം അതിന് സംഭവിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഈ പൊതിഞ്ഞ് വെച്ചാലോ പൊട്ടിയിട്ടുണ്ടാവും ഉള്ളിൽ. അപ്പോൾ ഇതറിയാൻ കഴിയുക എങ്ങനെ അറിയോ? ഏറ്റവും നല്ലൊരു ഡ്രൈവറുടെ കഴിവ്, അയാളുടെ വണ്ടിയോ വാഹനമോ ഓടിക്കുമ്പോൾ അതിന് എവിടെയെങ്കിലും ഒരു വശപ്പശക്ക് ഉണ്ടെങ്കിൽ അത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓടിയിട്ട് അറിയേണ്ടതാണ്, ഓടിയിട്ട് ആകുമ്പോൾ അത് അറിയാൻ കഴിയണം. അതേമാതിരിയാണ് ഒരു മേൽശാന്തിക്ക് അവിടുത്തെ തന്ത്രി ഒന്നും ഇപ്പോൾ എപ്പോഴും അമ്പലത്തിൽ വന്നോളണമെന്നില്ല. ഒരു മേൽശാന്തി തന്ത്രി ഇല്ലെങ്കിൽ പിന്നെ അയാളാണല്ലോ. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെമാരിലുള്ള ആളുകളൊക്കെ പോകുമ്പോൾ വെറുതെ സൂക്ഷിച്ച് നോക്കണമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. അതല്ലെങ്കിൽ ഇവർ പൂജാവേളയിൽ ഇവർക്ക് അവിടെ ഇന്നതുണ്ടെന്ന് തെളിയും. വേഗം ഇറങ്ങിപ്പോയിട്ട് അവിടെ ചെന്ന് നോക്കിയിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കണ ആളുകളുണ്ട്, പ്രശ്നം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കഴിവുള്ള മേൽശാന്തിമാരും പൂജാരിമാരൊക്കെ ഇന്നും ഉണ്ട് എന്ന് പറയാം. ആരും പൊട്ടന്മാരൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതേമാതിരി അതിശയിച്ച് പോയിരുന്നാണ്, എന്താ ഇത് ബാറ്ററി പെട്ടിയുടെ പോലെ. അപ്പോൾ പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലായത്. അത് ബാറ്ററി പെട്ടിയല്ല, നവഗ്രഹങ്ങളും അല്ല, അത് സപ്തമാതൃക്കളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നടന്നു പോകുമ്പോൾ സൂക്ഷിക്കുക. പ്രധാന ദേവനെ നമ്മൾ നേരിട്ട് തൊഴുകണ പോലെ നമ്മളവരെ തൊടാനോ തലോടാനോ ഒന്നും പോകണ്ട. 4 പുറം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒന്ന് കാലിൻ്റെ ചോട്ടിലേക്ക് എപ്പോഴും നോക്കുക. കീഴ്പ്പെട്ട് നോക്കിയിട്ട് ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ചാർജിങ് എനർജി നമുക്ക് കിട്ടും. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളുണ്ട്. പോകുമ്പോൾ ആ ദീർഘചതുരത്തിലുള്ള സപ്തമാതൃക്കളെ തൊഴുക. ഈ മൂലമന്ത്രങ്ങൾ അറിയിച്ചാൽ വെറുതെ മന്ത്രം ജപിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 5ാമത്തെ ആളാണ് വരാഹി. ഏറ്റവും മുകളിൽ ബ്രാഹ്മി, അതായത് കിഴക്ക് വശത്ത്, ഏറ്റവും അടിയിൽ ചാമുണ്ടി, പടിഞ്ഞാറ് ഭാഗത്ത്. അങ്ങനെ ഓർഡർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെയാണ് അതിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും സ്വാമി ശരണം.